നമസ്കാരം. സിംപ്ലി 5ന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കോർപ്പറേറ്റ് ലൈഫിലും അതേ സിറ്റുവേഷൻസ് തന്നെ റിയൽ ലൈഫിൽ വരുമ്പോഴും അതെന്താണെന്നുള്ളൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യും. അതേപോലെ ഈ സിറ്റുവേഷൻസ് എങ്ങനെയാണ് 5 സ്റ്റെപ്സിൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു പോകുന്ന പ്രോഗ്രാമാണ് സിംപ്ലി 5. നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് പല ടൈപ്പ് ഓഫ് അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് നമുക്ക് വരാറുണ്ട് അല്ലേ. അറ്റാച്ച്മെന്റ് കൂടിയാൽ നമ്മൾ ഭയങ്കര വർക്കഹോളിക് ആവും. നമ്മൾ അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഭയങ്കരമായിട്ട് പോസിറ്റീവ് രീതിയിൽ അറ്റാച്ച്ഡ് ആവും. അപ്പോൾ നമുക്കൊരു ട്രാൻസ്ഫർ വരുവോ അല്ലെങ്കിൽ കരിയർ ഗ്രോത്ത് വരുവോ ചെയ്യുമ്പം നമുക്ക് അവിടെ നിന്ന് മാറാൻ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്നാൽ ഒരു ടൈപ്പ് ഓഫ് നെഗറ്റീവ് അറ്റാച്ച്മെന്റ് ഉണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ വരുന്ന ഒരാൾക്ക് അവരുടെ സെൽഫ് വർത്ത് ഒരിക്കലും മനസ്സിലാവില്ല. മാത്രമല്ല, നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും ആരെങ്കിലും ഒരാൾ അതിനെ കുറ്റം പറയോ എന്ന് പറഞ്ഞ് അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു ആൻസൈറ്റി ഉണ്ടാവും. എന്താണ് സൊസൈറ്റി നമ്മളെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നത് എന്നാലോചിച്ച് അവരെപ്പോഴും ഒരു ടെൻഷനിലായിരിക്കും. അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റൂല. അതുമാത്രമല്ല, ഇനി അഥവാ നന്നായി പെർഫോം ചെയ്താലും മറ്റുള്ള ആൾക്കാർ വാലിഡേറ്റ് ചെയ്താലും മാത്രമേ ഇവർ സ്വയം അത് അംഗീകരിക്കുള്ളൂ. ഇനി അഥവാ അവർ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അത് മതി അവരുടെ സെൽഫ് കോൺഫിഡൻസ് തകർക്കാൻ. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ആ പെർട്ടിക്കുലർ വ്യക്തി എങ്ങനെയാണ് നന്നായിട്ട് പെർഫോം ചെയ്യുക? നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മറ്റൊരാൾ വാലിഡേറ്റ് ചെയ്താൽ മാത്രമേ അത് സ്വയം അംഗീകരിക്കുള്ളൂ എന്നുള്ളൊരു സ്വഭാവ രീതിയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഓർക്കുക, ഇത് നിങ്ങളുടെ അപ്ബ്രിങ്ങിങ്ങിൽ വന്നൊരു പ്രശ്നമാണ്. ചെറുതായിരിക്കുമ്പോൾ, നമ്മൾ കുഞ്ഞു മക്കളൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പാരൻസോ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരോ നമ്മളെ കുറ്റം പറയുമോ, അല്ലെങ്കിൽ നമ്മൾ ടീനേജിലോട്ട് വരുമ്പോൾ നമ്മളുടെ പാർട്ട്ണറോ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ ബോഡി ഷേമിങ്ങോ അല്ലെങ്കിൽ കരിയർ ഷേമിങ്ങോ അല്ലെങ്കിൽ ക്യാരക്ടർ ഷേമിങ്ങോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്ന് വരുന്ന നെഗറ്റീവ് ഇമോഷൻസിൻ്റെ റിസൾട്ടായിട്ടാണ് നമ്മൾക്ക് നമ്മളിലുള്ള സെൽഫ് വർത്ത് മനസ്സിലാവാതെ പോകുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മളെ തന്നെ ഭയങ്കര സംശയമായിരിക്കും. എന്നെ കൊണ്ടിത് ചെയ്യാൻ പറ്റുമോ? ഞാനിത് ചെയ്താലും മറ്റുള്ള ആൾക്കാർ അത് അംഗീകരിക്കുമോ? ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയാൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ജലസി ബിൽഡാവും. കാരണം എന്താണ്, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തി എളുപ്പത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ഈ പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർ ഈസി ആയിട്ട് ചെയ്തിട്ട് പോകും. ആൻഡ് ഓൾസോ ദേ ഡോണ്ട് കെയർ അബൌട്ട് വാട്ട് അതേഴ്സ് തിങ്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് ചെറുതായിട്ട് വലുതായിട്ട് ഒരു അസൂയ തോന്നും. മറ്റുള്ള ആൾക്കാർ നമ്മളെ വാലിഡേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇമോഷണലി ഹാപ്പി ആവുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾക്കൊരു വില വേണം ഇല്ലേ? മറ്റുള്ള ആൾക്കാർ എപ്പോഴും നമ്മളിങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ വരാത്ത സിറ്റുവേഷനിൽ വി യൂഷ്വലി ഗെറ്റ് ഡ്രെയിൻഡ് ഓർ വി സ്റ്റാർട്ട് ഡൗട്ടിങ് ഓൺ അവർസെൽസ്. സെൽഫ് ഡൗട്ട് ഏറ്റവും അധികമാവും. സോ ആൻഷ്യസ് പ്രീ ഓക്യുപ്പൈഡ് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട്, സിമ്പിളായിട്ട് പറഞ്ഞാൽ സെൽഫ് ഡൗട്ട് വരുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആ പ്രശ്നം ഹാൻഡിൽ ചെയ്യുന്നത്? ടിപ്പ് നമ്പർ 1 is becoming aware of the situation. ആൻഡ് നമ്മളിത് ചെയ്യുന്ന തീർച്ചയായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു പാസ്റ്റിലുള്ള ഒരു അപ്ബ്രിങ്ങിങ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ ക്യാരക്ടർ ഷേമിങ് ചെയ്യുന്നത് കൊണ്ടോ ആയിരിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു കുറവല്ല, ഇത് നമ്മുടെ ഒരു ക്യാരക്ടർ ട്രെയ്റ്റും അല്ല. നമ്മൾ ജനിച്ചപ്പോൾ ഈ ട്രെയ്റ്റോടുകൂടി അല്ല ജനിച്ചത്. പക്ഷെ നമ്മളുടെ ലൈഫിൽ വന്ന ചില സിറ്റുവേഷൻസ് കൊണ്ട് നമ്മളിങ്ങനെ ചേഞ്ച് ആയതാണ്. അപ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ കാരണം എന്ന് ആദ്യം കണ്ടുപിടിക്കണം. ആ കാരണം കണ്ടുപിടിച്ചാൽ തന്നെ 30% പ്രോബ്ലംസ് മാറി. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിലുള്ള ഈ സെൽഫ് ഡൗട്ട് പതുക്കെ മാറാൻ തുടങ്ങും. നമ്മൾ കാരണം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ? ഇങ്ങനത്തെ സെൽഫ് ഡൗട്ട് നമുക്ക് വരുമ്പോൾ ട്രൈ ടു റീസൺ വിത്ത് ഇറ്റ് യുവർ സെൽഫ്. അതായത് ഇപ്പോൾ ഞാനൊരു പ്രസൻറ്റേഷൻ ചെയ്യാൻ പോവുകയാണ്. ഇതെൻ്റെ ചിലപ്പോൾ 100th പ്രസൻറ്റേഷൻ ആയിരിക്കും. പക്ഷേ എങ്കിലും എനിക്കൊരു തോന്നലുണ്ടാവും, എന്നെക്കൊണ്ട് ഈ പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ അവിടെ പോകുമ്പോൾ ആൾക്കാർ എന്നെ കേട്ടിരിക്കുമോ? അല്ലെങ്കിൽ എൻ്റെ ബോസ് എന്നെ കുറ്റം പറയുമോ? ആൾക്കാർ ഇതുകൊണ്ട് എൻ്റെ ജോലി തെറിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു സെൽഫ് ഡൗട്ട് ഇങ്ങനെ വരും. അപ്പോൾ തന്നെ നമ്മളുടെ അടുത്ത് പറയണം, ഇത് പണ്ട് കൊച്ചിലേക്ക് എന്നെ ഇന്ന ആൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എനിക്കിത് വന്നത്. ഇറ്റ് ഈസ് ഓക്കെ, ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. മാത്രമല്ല ഇത് ആദ്യത്തെ പ്രസൻറ്റേഷൻ അല്ലല്ലോ. ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒരാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കും? അതുപോലെ നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യുക. ഇനി അങ്ങനെ സെൽഫ് ടോക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഓപ്ഷനിലോട്ട് പോവാം. സോ സ്റ്റെപ്പ് നമ്പർ 2 is പോസിറ്റീവ് സെൽഫ് ടോക്ക്.
നമ്മൾ ആദ്യം നമ്മളുടെ കോൺഫിഡൻസ് ഉള്ളിൽ നിന്നാണ് ബിൽഡ് ചെയ്യേണ്ടത്. നമ്മൾ അതിൻ്റെ കാരണം കണ്ടുപിടിക്കുന്നു, ആ കാരണത്തിന് നമ്മൾ സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ വരുമ്പോൾ തന്നെ 30% ഒരു 50% പ്രോബ്ലംസ് സോൾവ് ആവും. ഇനി ചില സമയത്ത് നമ്മൾ ഭയങ്കര ടോട്ടലി സെൽഫ് ഡൗട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ലോ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സെൽഫ് ടോക്ക് കൊണ്ട് മാറില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഈ പ്രോബ്ലം നമ്മൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സ്ട്രെയിറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മുടെ ടീമിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്ക് പറയണം, എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. മേ ബി യു തിങ്ക് ദാറ്റ് ഐ ആം ഗുഡ് അറ്റ് ഇറ്റ്, ബട്ട് ഐ ആം സെൽഫ് ഡൗട്ടിങ്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. അപ്പോൾ നല്ല ടീം മെമ്പേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ നല്ല ബോസ് ആണെങ്കിൽ അവർ പറയും, കുഴപ്പമില്ല, പേടിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി 100 പ്രസൻറ്റേഷൻ ചെയ്തതാണല്ലോ, പിന്നെ ഈ പ്രസൻറ്റേഷൻ ആണോ വലുത്, ഇതിലും വലുതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്, പിന്നെന്താ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് സോ ദ സ്റ്റെപ്പ് നമ്പർ 3 ഈസ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ഈ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോഴുണ്ടല്ലോ, റൈറ്റ് ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമുക്ക് ഏറ്റവും നല്ല സൊല്യൂഷൻസ് കിട്ടും. ആൻഡ് ഇഫ് യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് അബൌട്ട് ദിസ് ടു ദ റോങ് പേഴ്സൺ, ഇത് ഭയങ്കര അഗ്രവേറ്റ് ചെയ്യാണ് അവർ ചെയ്യുന്നത്. അവർ പറയും, ഓ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ നിങ്ങൾക്ക് നിങ്ങളെ പറ്റി അറിയാം, നിങ്ങൾ ഓൾറെഡി 100 പ്രസൻറ്റേഷൻ ചെയ്ത ആളല്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ, അപ്പോൾ ആദ്യം ഒരു വിശ്വാസം വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ മൊമെൻറ്റിൽ ഭയങ്കര ഒരു എന്താ പറയുക സെൽഫ് കോൺഫിഡൻസ് വീണ്ടും താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 4 നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. അത് ഒരാളായാലും മതി. നമുക്കൊരു 1000 ഫ്രണ്ട്സോ അല്ലെങ്കിൽ 1000 നല്ല ടീം മെമ്പേഴ്സോ കൊളീഗ്സോ ഒന്നും വേണം നിർബന്ധമില്ല. നമുക്ക് പറ്റുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കൊളീഗ് ഉണ്ടെങ്കിൽ ദാറ്റ് മേക്സ് അവർ ഡേ. ഈ 4 സ്റ്റെപ്പും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു മൊമെൻറ്റിലെത്തുമല്ലോ, നമ്മൾ പ്രസൻറ്റേഷൻ്റെ തൊട്ട് മുമ്പിലെത്തുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആൻഷ്യസ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് ടിപ്പ് നമ്പർ 5. ആക്ച്വലി ടിപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് ഒരു 2 പാർട്ടായിട്ടാണ് പറയേണ്ടത്. സോ വെൻ യു ആർ ഇൻ ദാറ്റ് സിറ്റുവേഷൻ, ബ്രീത്ത്, സ്റ്റോപ്പ് ആൻഡ് ദെൻ റിയാക്ട്. അതായത് നമ്മൾ കുറച്ചൊന്ന് ബ്രീതിങ് എടുത്ത് നമ്മളൊന്ന് പാസിഫൈ ചെയ്യണം. എന്നിട്ട് സെൽഫ് ടോക്ക് ചെയ്യണമെങ്കിൽ സെൽഫ് ടോക്ക് ചെയ്യാം. സ്റ്റോപ്പ് യുവർ തോട്ട് പ്രോസസ്. കാരണം മൈൻഡ് എപ്പോഴും നമ്മളെ നെഗറ്റീവായിട്ട് ഇങ്ങനെ സെൽഫ് ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്നെ കൊണ്ട് പറ്റൂല, ആൾക്കാർ നിന്നെ കുറ്റം പറയും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബ്രീത്ത് ചെയ്ത് നമ്മളുടെ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ തോട്ട്സ് ഇൻക്ലൂഡഡ്, 1 മിനിറ്റത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തിട്ട് then you start your work, you will feel much relaxed. And the most important and the common tip for any solution is seek help when required. ഇത് നമ്മൾ പറയുമ്പോഴും ഈ ആൻസൈറ്റി അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട് ഒരു ലിമിറ്റിലധികം നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും പോസിറ്റീവ് ടോക്ക് കൊണ്ടോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒരു എന്താണ് ഇൻ്റർവെൻഷൻ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ബ്രീത് ചെയ്തുകൊണ്ടോ കുറയ്ക്കാൻ പറ്റില്ല. ഒരു 50% വരെ എഫക്റ്റ് ആയ ഒരാൾക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ കുറയാൻ പറ്റും. പക്ഷെ ഭയങ്കര ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ട്രോമ എന്നാണ് നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഡൗട്ട് വരുന്നെങ്കിൽ, റിമെമ്പർ ഇറ്റ്സ് ടൈം ടു ടേക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് സെൽഫ് ഡൗട്ട് മാറ്റാനുള്ള തെറാപ്പീസ് അവൈലബിൾ ആണ്. പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് പല രീതിയിലും നമുക്കത് മാറ്റാനുള്ള വഴികൾ അവൈലബിൾ ആണ്. സോ നോ, ഇറ്റ് ഈസ് ഓക്കെ ടു ടോക്ക് വെൻ യു നീഡ് ഹെൽപ്പ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും സെൽഫ് ഡൗട്ട് വരാതിരിക്കട്ടെ. വരികയാണെങ്കിൽ വി ആർ ഓൾവേസ് ദെയർ ടു സപ്പോർട്ട് യു. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ആത്മസുദ്ര മൈൻഡ് കെയർ. താങ്ക് യു.